നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അനലോഗ് ഓഡിയോ മിക്സറിൽ എഫക്ട്സുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. എഫക്ട്സ് എന്താണ് എന്നറിയാൻ മേലാത്തവർക്ക് ഇതിന് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി അത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ എഫക്ട്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എഫക്ട്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഏത് അളവിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതല്ല. ഏതളവിൽ സെറ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ചും നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്കിൻ്റെ അനുസരിച്ചും നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പീക്കർ സിസ്റ്റത്തിൻ്റെ അനുസരിച്ചും ഒക്കെ തന്നെ എഫക്ട്സിൻ്റെ പാരാമീറ്ററിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കാണിക്കുന്ന ഒരു കൃത്യം പോയിൻ്റ് നിങ്ങളുടെ മിക്സറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കിട്ടുന്ന അതേ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. എത്ര അളവിൽ സെറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ശബ്ദമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾക്കതിനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഉചിതമായി തോന്നിയ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു രീതി അവലംബിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു സൗണ്ട് എഞ്ചിനീയറോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഡൈനാടെക്കിൻ്റെ MDX24 എന്ന് പറയുന്ന മിക്സറാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ എഫക്ട്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ 22ാമത്തെ ചാനൽ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ അവിടെ സിഗ്നൽ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഒരു LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ആ ചാനലിലെ മൈക്ക് വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് അവിടെ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എഫക്ട്സിൻ്റെ നോബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ചാനലിൻ്റെ എഫക്ട്സ് നോബുള്ളത്. FX1 എന്നും FX2 എന്നും കാണുന്നതാണ് നമ്മുടെ എഫക്ട്സ് നോബുകൾ. ഇനി മെയിൻ എഫക്ട്സ് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ FX1 എന്നും FX2 എന്നും പറഞ്ഞിട്ട് രണ്ട് നോബുകൾ കാണാം. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ കൺട്രോൾ ഇരിക്കുന്നത്. ഇതിന് ശേഷം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഓരോ ചാനലിലും നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ എഫക്ട്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മറ്റൊരു സ്ഥലം കൂടെ ഉണ്ട്. അത് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സിന് വേണ്ടിയിട്ട് രണ്ട് ഫീഡറുകൾ കൊടുത്തിട്ടുണ്ട്. FX1 എന്നും FX2 എന്നും പറഞ്ഞിട്ട് രണ്ട് ഫീഡറുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മിക്സർ അതിൽ ഒരു എഫക്ട്സേ ഉള്ളെങ്കിൽ ഇവിടെ FX1 എന്ന് മാത്രമായിരിക്കും, അല്ലെങ്കിൽ FX എന്ന് മാത്രമായിരിക്കും ഉണ്ടാകുക. ഇതിലിപ്പോൾ രണ്ട് എഫക്ട്സ് എഞ്ചിൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ FX1 എന്നും FX2 എന്നും പറഞ്ഞിട്ട് രണ്ട് നോബുകളും അതേപോലെ തന്നെ രണ്ട് ഫീഡറുകളും എല്ലാം ഉള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ LED സ്ക്രീനിൻ്റെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് FX1 എന്നും FX2 മോഡെന്നും പറഞ്ഞിട്ട് കാണാം. അവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ 1 മുതൽ 2 വരെ റൂമെന്നും 3 മുതൽ 5 വരെ ഹാളെന്നും പറഞ്ഞ് അങ്ങനെ ഓരോ സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഫക്ട്സ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇത് നോക്കണം, നമുക്കിതിൽ ഏത് എഫക്ട്സ് ആണ് വേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കണം. ഇപ്പോൾ FX1ലാണ് നമ്മളൊരെണ്ണം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഏത് നമ്പറിലെ എഫക്ട്സ് ആണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്ട്സുകളാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്ട്സുകളാണ്. ഇതെങ്ങനെ സേവ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ കയറി കഴിഞ്ഞാൽ അത് കാണാം. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം തന്നെ വെക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു എഫക്റ്റ്, രണ്ട് എഫക്റ്റുകൾ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പോകണം. എന്നിട്ട് അതിൻ്റെ കൺട്രോൾസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു എഫക്ട്സ് സെലക്ട് ചെയ്യുവാണ്. മുകളിലേക്ക് ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഈ പ്രസ് ബട്ടണുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എഫക്ട്സ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ FX1ൽ 52 എന്ന എഫക്ട്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡിലേ ആണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ എഫക്ട്സിൽ ഒരു റിവർബും കൂടെ സെലക്ട് ചെയ്യണം. അത് നമ്മൾ 98 റിവർബ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ 98, 97, 98 എന്ന് കാണാം. അവിടെ 98 നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ 98 സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഡിലേയുടെ അവിടെ 95 MS എന്ന് കിടക്കുന്നതാണ്. നമുക്കത് മാറ്റിയിട്ട് അവിടെ ഒരു 300, 280, 275 അല്ലെങ്കിൽ 300 ഈ റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ടാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു സ്വിച്ച് കാണാം. നമ്മൾ അതിൽ ടാപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ടാപ്പ് ചെയ്ത് കാണിക്കാം. അതിൽ
ഇപ്പോൾ ഞാൻ അതിൽ ടാപ്പ് ചെയ്തപ്പം അവിടെ 310 വന്നിട്ടുണ്ട്. 310 കുഴപ്പമില്ല, നമ്മളത് സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന നോബുകൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അത് അവിടെ തന്നെ വെക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അതവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ചാനലിലേക്ക് വരുന്നു. അവിടെ ഇപ്പം നമ്മൾ എഫക്ട്സ് ഒരു അല്പം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. ആ ആരോ മാർക്ക് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഇത് എഫക്ട്സ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടാവത്തില്ല, കാരണം ഞാൻ എഫക്ട്സിൻ്റെ ഫെയ്ഡറുകൾ ഉയർത്തിയിട്ടില്ല. അതുകൊണ്ട് എഫക്ട്സ് നിങ്ങൾക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് വരുന്നു. ഇവിടെ എഫക്ട്സിൻ്റെ ഫെയ്ഡറുണ്ട്. അതിൻ്റെ മ്യൂട്ട് സ്വിച്ച് നമ്മൾ ആദ്യം മാറ്റണം. ഇത് താഴേക്ക് ഞെക്കി കഴിഞ്ഞാൽ ചുമല കളറിൽ മ്യൂട്ടാവും. ആ മ്യൂട്ട് നമ്മൾ മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ എഫക്ട്സിൻ്റെ ഈ ഫെയ്ഡറുകൾ മുകളിലേക്ക് ഉയർത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ വ്യത്യാസം മനസ്സിലാവും. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഓരോ ചാനലിലും നമുക്ക് സെപ്പറേറ്റ് എഫക്ട്സുകൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഒരു മൈക്കൂടെ കണക്ട് ചെയ്തിട്ട് രണ്ട് മൈക്കും രണ്ട് രീതിയിൽ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ മൈക്കിലെ എഫക്ട്സ് എങ്ങനെ വരുന്നു എന്നുള്ളതൊന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഈ ഫെയ്ഡർ മുകളിലേക്കൊന്ന് ഉയർത്താനായിട്ട് പോവുകയാണ്. ഈ രണ്ട് ഫെയ്ഡറുകളും നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നതിന് മുൻപായി മെയിൻ എന്ന് കാണുന്ന രണ്ട് സ്വിച്ചുകളും താഴേക്ക് പ്രസ് ചെയ്ത് ഓണാക്കി വെക്കേണ്ടതാണ്. ഹലോ, ഇവിടെ ഇപ്പോൾ ഡിലേ ആണ് ഞാൻ ഉയർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡിലേ നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന റിവർബ് FX2 എന്നത് നമ്മൾ റിവർബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ നോബ് നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ റിവർബ് ആയിരിക്കും കൂടി വരിക. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഹലോ, ചെക്ക് ഹലോ. ഇപ്പോൾ ഡിലേയും ഉണ്ട്, റിവർബും ഉണ്ട്. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ മൈക്കിലെ റിവർബ് ഇതേ പൊസിഷനിൽ ഫെയ്ഡർ ഇരിക്കുമ്പോൾ കുറയ്ക്കണമെങ്കിലോ കൂട്ടണമെങ്കിലോ നമ്മൾ നേരെ പോകേണ്ടത് ഈ 22 ചാനലിലേക്കാണ്. ഞാനിപ്പോൾ 22-ലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോകേണ്ടത് ഈ 22 ചാനലിലേക്കാണ്. ഇവിടെ നമുക്ക് ഈ നോബുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എഫക്ട്സ് കുറഞ്ഞു വരും. റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ എഫക്ട്സ് കൂടി വരും. ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് ഇതിൻ്റെ എഫക്ട്സ് കുറച്ച് കാണിക്കാം. ഹലോ 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 ഹലോ. ഇപ്പോൾ ഞാൻ ഈ നോബുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ കാര്യമായിട്ടുള്ള ഒരു എഫക്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകത്തില്ല. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഫെയ്ഡറുകൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റം വന്നിട്ടില്ല. ഫെയ്ഡറുകൾ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എഫക്ട്സ് ഈ മൈക്കിൽ കിട്ടുന്നില്ല. ഇനി നമുക്ക് മറ്റൊരു മൈക്ക് ഇതിൽ കണക്ട് ചെയ്യാം. 23ാമത്തെ ചാനലിൽ മറ്റൊരു മൈക്ക് കണക്ട് ചെയ്തിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. ഇപ്പോൾ 22ാമത്തെ ചാനലിൽ കണക്ട് ചെയ്ത മൈക്ക് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ തന്നെ ഇരിക്കുന്നു. ഞാനിപ്പോൾ മറ്റൊരു മൈക്കിൽ കൂടെയാണ് സംസാരിക്കുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 23ാമത്തെ ചാനലിലാണ്. ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഫെയ്ഡർ ഉയർത്തി വെച്ചിട്ടുണ്ട്. 23ാമത്തെ ചാനലിലെ മൈക്കിൻ്റെ വോളിയം ഫെയ്ഡർ നമ്മൾ ഉയർത്തി വെച്ചിരിക്കുകയാണ്. മ്യൂട്ട് സ്വിച്ചൊക്കെ മാറ്റി അത് ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ 23ാമത്തെ ചാനലിലെ എഫക്ട്സുകളെല്ലാം തന്നെ 0യിലേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. മറ്റേ ചാനലിലെ നമ്മൾ ഒരു അല്പം കൂട്ടി വെച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ 0യിലാക്കി വെച്ചിരിക്കുന്നു. ഇനി ഞാൻ ഈ മൈക്കിൻ്റെ എഫക്ട്സ് മാത്രം കൂട്ടാനായിട്ട് പോവുകയാണ്. ഇത് റൈറ്റ് സൈഡിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തിരിച്ചു വെക്കുന്നു. മറ്റേത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് ഞാൻ ആദ്യം ഈ മൈക്കിലൂടെയുള്ള എഫക്ട്സ് കേൾപ്പിക്കാം. അതിനുശേഷം മറ്റേ മൈക്ക് ഇതിൽ കൂട്ടി വെച്ചിരിക്കുന്നത് ഒന്നും തന്നെ മാറ്റാതെ മറ്റേ മൈക്കിലെ എഫക്ട്സ് കേൾപ്പിക്കാം. ഹലോ, ചെക്ക് ഹലോ ഹലോ ഹലോ, ചെക്ക് ഹലോ ഹലോ, ചെക്ക്. ഇപ്പോൾ ആ എഫക്ട്സിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ 22ാമത്തെ ചാനലിൽ കണക്ട് ചെയ്ത മൈക്ക് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ മൈക്ക് ഞാൻ താഴെ വെക്കുകയാണ്. ഹലോ, ചെക്ക് ഹലോ. മറ്റേ മൈക്കിൽ നിന്ന് എഫക്ട്സിന് കാര്യമായിട്ടുള്ള വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഓരോ ചാനലിലെ എഫക്റ്റ് നമുക്ക് ആവശ്യാനുസരണം കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്ട്സുകളെല്ലാം തന്നെ ഔട്ട് കൊടുത്തിരിക്കുന്ന സ്പീക്കറുകളിലേക്കായിരിക്കും പോകുന്നത്. സ്റ്റേജിൽ വെച്ചിരിക്കുന്ന മോണിറ്ററുകളിലേക്ക് എഫക്ട്സ് സെറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇതറിയാത്ത നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയോട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.